ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതാന്ന് നന്ദുവിനെ ഡോക്ടറെ കാണിക്കാം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അച്ഛനെ കാണിക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയിലാണ് പോണത്. അതുകൊണ്ട് തന്നെ നന്ദുവിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ അവന് ഫിക്സ് വന്നിട്ട് ഇപ്പോൾ കുറച്ചായി, ഒരു 1.5 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മരുന്നുകളൊക്കെ കഴിക്കണോ എന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ രാവിലെ 8 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. 9:15 ആകുമ്പോഴത്തേനും ഏട്ടൻ്റെ കയ്യിനെന്തോ വേദന ഉണ്ട് പറഞ്ഞിട്ട് ഏട്ടനെയും കാണിച്ചിരുന്നു. അപ്പോൾ ഏട്ടൻ്റെയും നന്ദുമോനെ ഡോക്ടറെ കാണിക്കൽ വേഗം കഴിഞ്ഞു കേട്ടോ. നന്ദുമോ അങ്ങനത്തെ സ്പെഷ്യൽ കുട്ടിയായതുകൊണ്ട് അവർക്ക് വേഗം കാണിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ 9:15 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അച്ഛന് ECG എക്കോ ടെസ്റ്റും അങ്ങനെ കുറേ എടുക്കാണ്ടാവുകൊണ്ട് അവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നന്ദുമോ പുറത്തിരുന്ന് വയലൻ്റ് ആകുമോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. അവിടെ ഒരു വണ്ടി വരുന്നുണ്ടോ? പോകുന്ന വഴിക്ക് നമ്മുടെ തൃശ്ശൂർ യൂത്ത് സെൻട്രൽ ജയിലിൻ്റെ അവിടെ നിന്ന് അപ്പോൾ ജയിൽ പുള്ളികൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു. അപ്പോൾ 10 ചപ്പാത്തിക്ക് 20 രൂപ, പിന്നെ 2 ചിക്കൻ കറിയും വാങ്ങി. അപ്പോൾ മൊത്തം 80 രൂപയായി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് ഞങ്ങൾ കഴിച്ച് എന്നിട്ടാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് നമ്മൾ എത്തിയത് തൃശ്ശൂർ മൃഗശാലയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിറച്ച് ഉപ്പിലിട്ട മാങ്ങി അങ്ങനെ പല സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ പിന്നെ നന്ദുമോ 10 വയസ്സായി പറഞ്ഞാൽ അവർ ടിക്കറ്റൊന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ 2 ആൾക്ക് ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തി. അപ്പോൾ പുറത്ത് കുറേ ഉപ്പിലിട്ടതൊക്കെ നിൽക്കുന്നുണ്ട് കുപ്പിയിൽ. അപ്പോൾ തിരിച്ച് മുമ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഭക്ഷണവും ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വെള്ളമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതിന് സീലൊക്കെ വെച്ചാലാണ് നമുക്ക് വെള്ളം കുപ്പിയൊക്കെ പ്ലാസ്റ്റിക് ആവുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇതാ നമുക്ക് അവിടുത്തെ മൃഗങ്ങളെയൊക്കെ കാണാം. ഈ കാണുന്നത് അവിടുത്തെ മ്യൂസിയം കേട്ടോ. അതിൻ്റെ ഉള്ളൊരു മ്യൂസിയം ഉണ്ട്. പഴയ സാധനങ്ങളും അങ്ങനെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉള്ള ഒരു മ്യൂസിയം ഉണ്ട്. അവിടേക്ക് കയറണം നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. എന്താ
ഇത് നമ്മൾ ചെല്ലുന്ന നേരെ കടുവകളും പുലികളും സിംഹമൊക്കെ ഉള്ളതിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. പിന്നെ അവിടെ പലതരത്തിലുള്ള പാമ്പുകളുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, അതൊക്കെ പിന്നെ മറന്നുപോയി ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നന്ദുമോൻ എന്തായാലും നല്ല ഇഷ്ടമായിരിക്കണു ഇങ്ങനെ യാത്ര പോയതിൻ്റെയൊക്കെ. അവൻ കുറേയൊക്കെ നോക്കി നിൽക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ. പിന്നെ കുറേ മൃഗങ്ങളെയൊക്കെ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അവർ പുതിയതായിട്ട് എവിടെയോ എന്തൊക്കെ തുടങ്ങുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെ പറയുന്നൊക്കെ ഉണ്ട്.
അവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്ദുമോന് ഇതിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കയറുമ്പോൾ അവന് പേടിയാവുകയാണ്. 2-3 പ്രാവശ്യമൊക്കെ വിടുകയൊക്കെ ചെയ്തു. പക്ഷേ അവന് പേടിയാവുകയാണ്. അവൻ നമ്മളെ തന്നെ മുറുക്കം പിടിച്ചിട്ട് ഇരിക്കുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് ചെയ്തില്ല. പിന്നെ അതാ പുറത്തൊക്കെ ഇറങ്ങി ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങി കേട്ടോ. അമ്മയ്ക്കുള്ള ഭക്ഷണം കൂടി ഞങ്ങൾ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഏട്ടൻ ഭക്ഷണം വാങ്ങാൻ പോർക്കാണ്. അപ്പോൾ ഒരു നല്ല യാത്ര തന്നെയാണ്. ആശുപത്രിയിൽ പോവുക എന്നുള്ള പേരിൽ അങ്ങനെ തൃശ്ശൂർ മൃഗശാല പോയി കണ്ടു. ഇനി വീഡിയോ ദയവിട്ട് കാണുമ്പോൾ എന്താവും സ്ഥിതി എന്നറിയില്ല. ഏട്ടേനെയും കൊണ്ട് ആശുപത്രിക്ക് പോവുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവളെ കാണിക്കുമ്പോൾ ചിലപ്പോൾ അടിയാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ.